ഫ്രണ്ട്സ്, നമ്മൾ PSC ബുള്ളറ്റിനിൽ ഫെബ്രുവരി 2025 ആദ്യത്തെ പാട്ടാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ പോയിന്റ്, അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയിട്ടുള്ള 435 റൺസ് പുരുഷ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ്. ഈ മത്സരത്തിൽ ഇന്ത്യ നേടിയ 304 റൺസ് ജയം വനിതാ ഏകദിനത്തിലെ ഏറ്റവും ഉയർന്ന വിജയമാണ്. 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ. പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ ചോദിച്ചു കഴിഞ്ഞാൽ 2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ്. ഇനി പുരുഷ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഈ 435 റൺസ്. അത് നേടിയത് അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിലാണ്. അടുത്ത പോയിന്റ്, INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാക്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാക്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി. ഈ അടുത്ത് അന്തരിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയാണ് ഹോപ്പ്. ഇന്ത്യയുടെ ടാക്വേദ ഗൈഡഡ് മിസൈലായ നാഗ്മാർക്ക് 2 പരീക്ഷണം വിജയം. ഇന്ത്യയുടെ ടാക്വേദ ഗൈഡഡ് മിസൈലായ നാഗ്മാർക്ക് 2 പരീക്ഷണം വിജയം. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ ഡീപ്സീക്ക്. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ ഡീപ്സീക്ക്. പ്രേം നസീർ പുരസ്കാരം നടി ഷീലയ്ക്ക്. 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രേം നസീർ പുരസ്കാരം ഷീലയ്ക്ക്. 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കാൻ വീണ്ടെടുക്കാനുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയെയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയും തെരഞ്ഞെടുക്കപ്പെട്ടു. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയും തെരഞ്ഞെടുക്കപ്പെട്ടു. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി D. ഗുഹേഷ്. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി D. ഗുഗേഷ്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. അയർലൻഡിനെതിരെ രാജ്കോട്ടിൽ നടന്ന വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ അവസാന മത്സരത്തിൽ ഇന്ത്യ നേടിയ 435 റൺസാണ് പുരുഷ വനിതാ ക്രിക്കറ്റിലെ ഏറ്റവും ഉയർന്ന സ്കോർ.
2011 വെസ്റ്റ് ഇൻഡീസിനെതിരെ നേടിയ 418 റൺസാണ് പുരുഷന്മാരുടെ ഏറ്റവും ഉയർന്ന സ്കോർ. INS സൂറത്ത്, INS നീലഗിരി എന്നീ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനിയായ INS വാഗ്ഷീറും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം കണ്ണൂർ സിറ്റിയിലെ തലശ്ശേരി പോലീസ് സ്റ്റേഷന്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥയായ ഹോപ്പ് പുറത്തിറങ്ങി. ഇന്ത്യയുടെ ടാക്വേദ ഗൈഡഡ് മിസൈലായ നാഗ്മാർക്ക് 2ന്റെ പരീക്ഷണം വിജയം. R1 എന്ന ചെലവ് കുറഞ്ഞതും വേഗം കൂടിയതുമായ AI മോഡൽ നിർമ്മിച്ച് ചൈനീസ് കമ്പനിയായ ഡീപ്സീക്ക്. പ്രേം നസീർ പുരസ്കാരം നടി ഷീലയ്ക്ക്. 2024 മികച്ച 2020 താരമായി ഇന്ത്യയുടെ അർഷദീപ് സിംഗ് തിരഞ്ഞെടുക്കപ്പെട്ടു. വിക്ഷേപണ വാഹനങ്ങൾ പുനരുപയോഗിക്കുന്നതിനും വീണ്ടെടുക്കുന്നതിനുമുള്ള സാങ്കേതിക വിദ്യയായ വികാസ് ലിക്വിഡ് എഞ്ചിന്റെ പരീക്ഷണം ISRO വിജയകരമായി നടത്തി. S. ഗുപ്തൻ നായർ ഫൗണ്ടേഷൻ നൽകുന്ന പുരസ്കാരം നോവലിസ്റ്റും നിരൂപകനും ചരിത്രകാരനുമായ പ്രൊഫസർ SK വസന്തന്. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് താരമായി ഇന്ത്യയുടെ ജസ്പ്രീത് ബുംറയും വനിതാ ഏകദിനത്തിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഫിഡെ ലോക ചെസ് റാങ്കിങ്ങിൽ ഇന്ത്യക്കാരിൽ ഒന്നാമനായി D. ഗുഹേഷ്. ഇനി ഫെബ്രുവരി മാസത്തിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത പാട്ടിൽ പഠിക്കാം. താങ്ക് യു.